നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എടത്വലാണ്. എടത്വൽ ഒരു ഷാപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഷാപ്പിന്റെ പേര് ശിവകാശി. ഷാപ്പിന്റെ പേര് ശിവകാശി എന്നാണ്. ഈ ഷാപ്പ് ഏതാ കറക്റ്റ് ലൊക്കേഷൻ? കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് ചങ്ങങ്കരി. ചങ്ങങ്കരി. അതായത് എടത്വയിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് മുന്നോട്ട് വന്നു പിന്നെ നമുക്കിപ്പോൾ ചമ്പക്കുളം പൂപ്പള്ളി ചമ്പക്കുളത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ തായങ്കരി കഴിഞ്ഞ് 1 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ കിളിവേലിപ്പാലം. ഇത് നല്ല ഒരു കുട്ടനാടിന്റെ ഇത് കുട്ടനാടിന്റെ തല എന്നറിയപ്പെടുന്ന സ്ഥലം. അതായത് കുട്ടനാട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കുട്ടനാടിന് മേലെ അങ്ങോട്ട് നമ്മൾ പോയി പൂപ്പള്ളി ചമ്പക്കുളം താങ്കരി കഴിഞ്ഞ കുറച്ചൊക്കെ പോകുന്നത്. പണ്ട് നമ്മുടെ ഷാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംരംഭമായിരുന്നു. ഇപ്പം നമ്മളിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. കുറച്ചേ ആയുള്ളൂ. ഇത് പുതിയ നല്ല രീതിയിൽ പ്രസ്ഥാനമായിട്ട് വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ കുട്ടനാട്ടിലെ ഷാപ്പുകളെ കുറിച്ച് വലിയ വിലയാണ് എല്ലാവരും. നമ്മുടെ ഷാപ്പിൽ വലിയ വിലയും കാര്യങ്ങളും പൊതുവെ ഒരു ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടത്. ഇല്ല, നമ്മുടെ ഷാപ്പിലും എല്ലാം നമുക്ക് ന്യായമായിട്ടുള്ള ചെറിയ രീതിയിൽ സാധാരണക്കാർക്ക് ഇവിടെ സാധാരണക്കാരുടെ സ്ഥലമാണ്. കുട്ടനാടിന്റെ തനത് രുചിയും കുട്ടനാടിന്റെ സ്റ്റാർട്ടിങ് സ്ഥലമായതുകൊണ്ട് എല്ലാം കുട്ടനാട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ട് തന്നെ വില എല്ലാം ഞങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ട്. കേരക്കറി കേരക്കറി ഒരു കറിക്ക് എത്ര രൂപ? 200 രൂപ. ഈ ഒരു പീസ് 200. ബീഫ് ഫ്രൈക്ക് 200. കപ്പയും താറാവും ഉള്ള ഇത്രയും സ്പെഷ്യലേ ഉള്ള പൊടിമീൻ തോല ഉണ്ട്, പള്ളത്തി ഉണ്ട്, എല്ലാം കരിമീൻ പൊടിച്ച് കരിമീനെ അതൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. അതാണ് പള്ളത്തി ഫ്രൈ. അവലി പള്ളത്തി പോർക്ക് ഫ്രൈ അല്ലേ? പോർക്ക് ഫ്രൈ. കഴിക്കാൻ വേണം പ്ലേറ്റ് കൊണ്ട് താറാവ്. ഇത് മീൻകറി, വാളക്കറി. ഇത് മറ്റേ ഓലപ്പള്ളി. ഇത് കേരക്കറി അല്ലേ? കേരക്കറി. അതെന്താ? പെട്ടെന്നുള്ള പറഞ്ഞ സാധനങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പോർക്ക് ഫ്രൈ വന്നിട്ടുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കക്ക ഇറച്ചിയുണ്ട്, കപ്പയുണ്ട്, പൊടിമീൻ ഫ്രൈ ഉണ്ട്, ഞണ്ട് റോസ്റ്റുണ്ട്, അപ്പമുണ്ട്. അപ്പം ആദ്യം പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം. അതുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പോർക്ക് ഫ്രൈ ആണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 200 രൂപയാണ് ഈ പോർക്ക് ഫ്രൈക്ക് വരുന്ന വില. ബീഫ് ഫ്രൈ ആണുള്ളത്. ബീഫ് ഫ്രൈയുടെ അത് ഈ തേങ്ങാക്കത്തൊക്കെ ഇട്ട് നല്ല കിടിലോട്ടാണ് വരുന്നത്. ബീഫ് ഫ്രൈ ആണുള്ളത്. ബീഫ് ഫ്രൈയും കൊള്ളാം. ബീഫ് ഫ്രൈയും നല്ല സോഫ്റ്റാണ്. നല്ല ബീഫ് ഫ്രൈ ആണ്. താറാവ്, ഇവിടുത്തെ താറാവ് കറി വളരെ സ്പെഷ്യലാണ് എന്നാണ് അറിയുന്നത്. നമുക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. താറാവ്, ഈ താറാവിൻ്റെ ഇത് ഇങ്ങോട്ടൊന്ന്. ഈ താറാവ് അത്യാവശ്യം സോഫ്റ്റാണ്. ഈ താറാവിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 250 രൂപയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. വാളക്കറി, ആറ്റുവാളക്കറി. അപ്പോൾ ഈ ഒരു സ്പൂൺ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാനുണ്ട്, എൻ്റെ കുഴപ്പമില്ല. കറി കൊള്ളാം. പക്ക ഒറിജിനൽ ആറ്റുവാളക്കറിയാണ്. പൊള്ളിച്ചതിന് വില വരുന്നത് 300 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കരിമീനാണ്. ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കരിമീൻ പൊള്ളിച്ചത്. അത്രയ്ക്ക് അടിപൊളി. പള്ളത്തി ഫ്രൈ ആണ്. കൊള്ളാം.
ഫിഷ് ഐറ്റംസ് എല്ലാം അടിപൊളിയാണ്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള നാടൻ കൊഞ്ച് കറി അപ്പമായിട്ടൊന്ന് കഴിച്ചുകൊണ്ട് കേട്ടെ. അപ്പം നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന കൊള്ളാം, ഫുഡെല്ലാം കൊള്ളാം. അപ്പം നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പോർക്ക് ഫ്രൈ, ബീഫ് കറി, കക്ക ഫ്രൈ, ബീഫ് ഫ്രൈ ഉണ്ട്. പിന്നെ ഇതുണ്ട് നമ്മുടെ പള്ളത്തി ഫ്രൈ, ആറ്റുവാള, കേര, താറാവ്, പൊടിമീൻ ഫ്രൈ, കൊഞ്ചുണ്ടായിരുന്നു. അത് കഴിച്ചു കേട്ടോ. വലിയൊരു കൊഞ്ചുണ്ടായിരുന്നു. ഇതെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടനാടൻ ഷാപ്പിലെ രുചികളൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം. പക്ഷേ വലിയ പൈസ ചിലവില്ല, അത്ര വലിയ പൈസ ചിലവില്ലാതെ, എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. എന്നുവെച്ചാൽ വളരെ പ്രകൃതി മനോഹരമായ രമണീയമായ ഒരു സ്ഥലം കൂടിയാണ്. അടിപൊളി. കുട്ടനാടിൻ്റെ ഹെഡ് എന്ന് പറയാം.